റിലയൻസ് ഫൗണ്ടേഷൻ നടത്തുന്ന വൻതാരക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഉത്തരവിട്ട് സുപ്രീം കോടതി. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് സംഘം അന്വേഷിക്കും. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ജെ ചെലമേശ്വരായിരിക്കും SITക്ക് നേതൃത്വം നൽകുക. പൊതുതാൽപര്യ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ വൻതാരയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഒരു പൊതുതാൽപര്യ ഹർജി കൂടി കോടതിക്ക് മുമ്പിലേക്ക് എത്തുന്നത്. അതിലാണിപ്പോൾ ഒരു അന്വേഷണത്തിന് കോടതി നിർദ്ദേശം നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണത്. എന്താണ് അച്യുതൻ വിശദാംശങ്ങൾ? റിലയൻസ് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ വൻതാരയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ, നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല, ഇവിടെ ഈ മൃഗങ്ങളെ പരിപാലിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങി നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തിയത്. ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷിക്കാൻ ഉള്ള ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ, ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടോ എന്നതുൾപ്പെടെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു വ്യക്തത തേടിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ജെ ചെലമേശ്വരായിരിക്കും ഈ SITക്ക് നേതൃത്വം നൽകുക. വ്യാപകമായ ആരോപണങ്ങൾക്കിടയിലാണ് ഈ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഈ ഉത്തരവ്. മാത്രമല്ല, ഈ പൊതുതാൽപര്യ ഹർജിയിൽ ആരോപണങ്ങളാണ് ഉയർന്നെങ്കിലും നിലവിൽ ചൂണ്ടിക്കാട്ടാൻ മാത്രമുള്ള തെളിവുകൾ ഇല്ലെങ്കിൽ കൂടിയും ഈ ആരോപണങ്ങൾ അതിന്റെ വസ്തുത പരിശോധിക്കണം എന്നുകൂടിയാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.